വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പി.എ. എ. സുരേഷ് പാലക്കാട് മലമ്പുഴയിൽ യു.ഡി.എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് നേതാക്കൾ എ. സുരേഷുമായി ചർച്ച നടത്തി. വി.ഡി. സതീശൻ നയിക്കുന്ന യാത്ര പാലക്കാടെത്തുമ്പോൾ സുരേഷ് യാത്രയിൽ പങ്കെടുക്കും. വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പി.എ. എ. സുരേഷ് ഒടുവിൽ യു.ഡി.എഫിൽ പ്രവേശിക്കുകയാണ്. താൻ ഇടതുപക്ഷക്കാരനായി തുടരുമെന്ന് നിലപാട് വ്യക്തമാക്കിയ സുരേഷിനെ മലമ്പുഴയിൽ യു.ഡി.എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കെ.പി.സി.സി നേതാക്കൾ സുരേഷുമായി ചർച്ച നടത്തി. വി.ഡി. സതീശന്റെ യാത്ര പാലക്കാടെത്തുമ്പോൾ സുരേഷ് യാത്രയുടെ ഭാഗമാവും. യു.ഡി.എഫിന്റെ ഉന്നത നേതാക്കൾ തന്നെ ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ക്ഷണിക്കുകയും ചെയ്തു. നിരന്തരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കൾ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. ഞാൻ എൻ്റെ നിലപാടും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ നിലപാടിൽ ഒരിക്കലും ഞാൻ മായം കലർത്താനോ വെള്ളം ചേർക്കാനോ തയ്യാറല്ല. ആ ഇടതുപക്ഷ നിലപാട് കൂടി തന്നെ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതി നിലപാടുള്ള ഒരാളാണ് എന്ന് അവരോട് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെയും അത് അവരോട് പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറയാമെന്ന് പറഞ്ഞു അവസാനിപ്പിച്ചു. എന്നാൽ സുരേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നും മലമ്പുഴയിൽ സുരേഷിന് CPMന്റെ ഒരു വോട്ട് പോലും ലഭിക്കില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പുറത്താക്കിയതാണ് മനസ്സിലായില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാ. ചെവിക്കൊള്ളുന്ന പ്രശ്നമില്ല. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി. അതുകൊണ്ട് എന്തായും പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഞാൻ എന്താ എടുക്കാമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറേ കാലമായി പുറത്താക്കിയിട്ട്. മലമ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും UDF 3-ാം സ്ഥാനത്താണ്. വി.എസ്. അച്യുതാനന്ദൻ മത്സരിച്ചപ്പോൾ പോലും 2-ാം സ്ഥാനത്തെത്തിയത് BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഏതുവിധേനയെങ്കിലും നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നാണ് സുരേഷിനെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ജനം, പാലക്കാട്.